ഗേയ്സ്, അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഞങ്ങളുടെ പള്ളിയിലെ ഉറൂസിനെ പറ്റിയാണ്. ഉറൂസ് എന്ന് വെച്ചാൽ ഇവിടെ പള്ളിയിൽ വലിയൊരിതായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ ആണെങ്കിൽ ഉറൂസിൻ്റെ അന്ന് ലാസ്റ്റ് ഡേ നമുക്ക് ചോറൊക്കെ കിട്ടിയ ബിരിയാണിയാണ് കിട്ടുന്നത്. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പോയി. അവസാനം ഒരു വലിയ ക്യൂ എന്നാൽ ക്യൂവിൽ നിന്ന് ചോറൊക്കെ കിട്ടി വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോഴത്തേനും വെയിൽ കൊണ്ടൊരു പരിവായ ഗീസ്. ഇതാണ് ഗീസ് പള്ളി. ഇത് പള്ളിയുടെ ബാക്ക് ഭാഗമാണ്. ഞാൻ ബാക്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന് നിന്നതാണ്. പിന്നെ ആണെങ്കിൽ ഒരുപാട് ക്ഷീണിച്ചപ്പോൾ അമ്മ ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് ഞാനും ഞങ്ങളെല്ലാവരും ഇടുന്ന ജ്യൂസൊക്കെ കുടിച്ചത് ആയിരിക്കും. എൻ്റെ അനിയത്തിയാണ് കാടിൻ്റെ ഭംഗിയായി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾ ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരു മോഹം. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ മൊത്തം റബ്ബറും തോട്ടാണ് ഉപയോഗിച്ചത്. എന്തോരം കൊതുകാണ് അവിടെ. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ചോറൊക്കെ വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും തിരിച്ചു വന്നു. പിന്നെ ആണെങ്കിൽ രാത്രിയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു രാത്രി പള്ളിയിൽ പോകാനായിട്ട്. അങ്ങനെ ഞാനും അമ്മായി അപ്പുറത്തെ വീട്ടിലെ മാമായും കൂടെ രാത്രി പോകാനായിട്ട് ഇറങ്ങി. നല്ല ഇരുട്ടുണ്ടായിരുന്നു. പിന്നെ റോഡിലാണെങ്കിൽ ഒറ്റ മനുഷ്യർ പോലും ഇല്ലായിരുന്നു. പിന്നെ നമ്മളാണെങ്കിൽ കയറിപ്പോകുന്ന വഴിയെല്ലാം കണ്ട് ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഇരുട്ടുള്ള ഭാഗമൊക്കെ ആയിരുന്നേ. നന്നായിട്ട് കയറ്റമുണ്ട് ഇവിടോട്ട് കയറി പോകാനായിട്ട്. പള്ളിയിലോട്ട് നല്ല കയറ്റമുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താറായി. പിന്നെ നമ്മൾ പള്ളിയിലെത്തിയപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു പ്രസംഗമൊക്കെ കാണാനായിട്ട്. അപ്പം പള്ളിയിലാണെങ്കിൽ നല്ല തിരക്കാണ്. പിന്നെ തിരിച്ചു വന്ന വഴി ഞാനൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നടന്നു വന്നു. റോഡിലാണെങ്കിൽ വേണ്ട ഇതുപോലെ ശൂന്യമായി കിടക്കുവാണേ. അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.